കത്തോലിക്ക തിരുസഭ ഇന്ന് ഡിസംബർ 14 കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. 16-ാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ ജീവിച്ച് 49-ാം വയസ്സിൽ മരിച്ച വിശുദ്ധനായ ആ പുണ്യാത്മാവ് സഭയിലെ വലിയ മിസ്റ്റിക്കും കവിയുമായിരുന്നു. വിശുദ്ധൻ രചിച്ച ആത്മാവിൻ്റെ ഇരുണ്ട രാത്രിയും കർമ്മല മലകയറ്റവും ക്രിസ്തീയ ആധ്യാത്മിക മണ്ഡലത്തിലെ ക്ലാസിക്കുകൾ ആണ്. 1541 ആവിലായ്ക്കടുത്തുള്ള ഫോണ്ടിഫോറസിൽ ജനിച്ച യോഹന്നാൻ 21-ാം വയസ്സിൽ കർമ്മലീത്ത സഭയിൽ ചേർന്നു. വിശുദ്ധ അമ്മ ത്രേസ്യ ആയിരുന്നു വിശുദ്ധൻ്റെ ആത്മീയ ഉപദേഷ്ടാവ്. അവർ രണ്ടുപേരും കൂടിയാണ് കർമ്മല സഭയെ നവീകരിച്ചത്. നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനവും മരണവും പോലെ വിശുദ്ധൻ്റെ ജീവിതത്തിലും ധാരാളം സഹനങ്ങൾ ഉണ്ടായിരുന്നു. ഈശോയുടെ പീഡാസഹനത്തോട് താതാത്മ്യപ്പെടുവാനായിട്ടാണ് വിശുദ്ധൻ കുരിശിൻ്റെ യോഹന്നാൻ എന്ന പേര് സ്വീകരിച്ചത്. 9 മാസത്തോളം കർമ്മലീത്ത സഭ അധികാരികൾ അദ്ദേഹത്തെ ആശ്രമത്തിൻ്റെ തടവറയിലാക്കി. അവിടെ നിന്ന് അദ്ദേഹം 9 മാസത്തിന് ശേഷം തടവറയിൽ നിന്ന് ഒരു ജനൽ വഴി പുറത്തേക്ക് കടന്ന് അമ്മ ത്രേസ്യയോടൊപ്പം സഭയെ നവീകരിച്ചു. ഇന്ന് സ്പെയിനിലെ സെഗോവയിലെ മനുഷ്യാവതാരത്തിൻ്റെ ആശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തെ തടവറയിലിട്ട ആ മുറിയുടെ മുകളിൽ 6 അടി ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഇത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പീഡാസഹനത്തിന് ശേഷം ഉത്ഥാനം ചെയ്ത ഈശോയെ പോലെ തന്നെ വിശുദ്ധൻ്റെ ജീവിതവും സഭയിൽ അംഗീകരിക്കുകയും അത് സഭയ്ക്ക് എല്ലാം മാതൃകയാകുകയും ചെയ്തു. 1726 ബെനഡിക്ട് 13-ാം മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയും 1926 പയസ് 9-ാം മാർപ്പാപ്പ അദ്ദേഹത്തെ വേദപാരംഗതനായി പ്രഘോഷിക്കുകയും ചെയ്തു. കുരിശിലെ വിശുദ്ധ യോഹന്നാൻ്റെ ജീവിതം നമ്മെ സഹനങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും ആത്മാവിൻ്റെ ഇരുണ്ട രാത്രിയിലൂടെ ഈ ലോകത്തോടുള്ള ആകർഷണങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവവുമായിട്ട് ഒന്നിക്കുവാനുമുള്ള ഒരു ആഹ്വാനമാണ്. സ്വന്തം ജീവിതത്തിലൂടെ അദ്ദേഹം നമുക്ക് ഇത് കാണിച്ചു തരുന്നു. കർമ്മല മലകയറ്റം എന്നാൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ കാണുവാനായി ആധ്യാത്മികമായ പടവുകൾ ചവിട്ടിക്കയറുവാനുള്ളതാണ്. ആ പടവുകൾ പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും ദൈവാശ്രയ ബോധത്തിൻ്റെയും കർത്താവിൻ്റെ കരുണയിലും സ്നേഹത്തിലും ആശ്രയിച്ചുകൊണ്ട് പോകുക എന്നതാണ്. ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം നമ്മുടെ ജീവിതത്തിലെ ഇരുണ്ട രാത്രികളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ പാതയിലേക്ക്, ആ ഇരുളിനപ്പുറം, ആ തടവറയ്ക്കപ്പുറം പ്രകാശത്തിൻ്റെ പാത കാണുവാനും ആ പാതയിലൂടെ വിശുദ്ധൻ നടന്നതുപോലെ വിശ്വാസത്തോടുകൂടി നടന്നു പോകുവാനും സഹനങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഒന്നുചേർന്ന് ദൈവത്തോട് ഒന്നു ചേരുവാനും നമ്മെ പ്രേരിപ്പിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം.